ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തലവൻ സിനിമയുടെ ട്രെയിലറായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിനു മുമ്പ് അതിന്റെ ടീസർ ഇറങ്ങിയതാണ്. നമുക്കൊരു ഡീസെന്റ് ആയിട്ടൊരു ത്രില്ലറായിട്ട് ഫീൽ ചെയ്തായിരുന്നു. പിന്നെ നമുക്ക് അവിടെ ഇവിടെ ആയിട്ട് ചില ഈ ഡ്രൈവിംഗ് ലൈസൻസ് അതുപോലെ അയ്യപ്പനും കോശിയൊക്കെ ഫീൽ ചെയ്തു. രണ്ടുപേരും തമ്മിലുള്ള ഈഗോ ക്ലാഷ് ഒക്കെ അതിനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇനി സിനിമ ട്രെയിലർ വരുമ്പോൾ അത് അങ്ങനെയാണെന്ന് അറിയത്തില്ല. നമുക്ക് അന്നേരം അതാണ് ഫീൽ ചെയ്തത്. പിന്നെ നമുക്ക് ഇതിനകത്ത് അന്ന് നമ്മൾ എടുത്തു പറഞ്ഞത് നമ്മുടെ ബിജു മേനോൻ അതുപോലെ തന്നെ ആസിഫ് അലി അവരുടെ കോംബോ തന്നെയാണ് നമ്മൾ എടുത്തു പറഞ്ഞത്. പിന്നെ ജിസ്റ്റോയുടെ പടങ്ങൾ വെച്ച് നോക്കുമ്പോൾ പുള്ളി കൂടുതലും ഈയിടെയായിട്ട് കൂടുതലും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫീൽ ഗുഡ് മൂവീസ് ആയിരുന്നു. അപ്പൊ അതിനുശേഷം അദ്ദേഹം ഇപ്പം ഒരു ത്രില്ലറിലോട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും അതിന്റെ ട്രെയിലർ കണ്ടു നോക്കാം. ആസിഫ് അലിയെ പറ്റി ചേത്തനന്തോട്ടെ കേസ് പറഞ്ഞൂടെ? ഓൾമോസ്റ്റ് 1.5 വർഷം. അതിനിടയ്ക്ക് എത്ര ട്രാൻസ്ഫർ? ഇത് 5ാമത്തെ. നമ്മുടെ കണ്ടറിഞ്ഞു നിന്നാ മിസ്സാണ്. ലേശം മുൻകോപം ഉണ്ടെന്നേ ഉള്ളൂ. കിട്ടിയ ഞാൻ തീർക്കും സാർ. സാറേ, അവനെ കാർത്തിക് സാർ പറഞ്ഞു പഠിച്ച കള്ളന്മാരല്ല സാർ. ചോദിച്ചു എനിക്ക് പറയുന്നത് പറയരുത് സാർ. ആ കേസ് മാനിപ്പുലേറ്റഡ് ആണ്. അതിന് കേസിന്റെ ഗ്രാവിറ്റി അറിയാത്ത സാർ. കുറച്ചും കൂടെ മറ്റേ സംസാരിക്കാം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? പറ്റിപ്പോയതാ സാറേ, എനിക്കൊരു ജീവിതമില്ല സാർ. പോലീസിന് ഇനി ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോകണം. ഇവിടുന്ന് ബ്ലഡ് ചെയിനോ ഫിംഗർ പ്രിന്റോ എന്തെങ്കിലും ഒന്ന് കിട്ടണം. ഫോറൻസിക്കാർ കൈമലർത്തിയില്ല. അഭ്യൂഹങ്ങളല്ലോ, എന്തിനും കൃത്യമായ ഒരു തീർപ്പുണ്ട്. പോലീസ് ആഭ്യന്തര വകുപ്പിന്റെ കീഴില. അതിന് ക്രിമിനൽസ് വേണ്ട. നീ നിന്റെ ആംഗിൾ ഉണ്ടാക്കി, ഞാൻ എന്റെ വഴി കണ്ടുപിടിച്ചോളാം. 10-15 വർഷമായില്ലേ വിടാൻ തുടങ്ങി. ഇടിച്ച് ഞാൻ പിഴിയും കഴിവും. ഒന്ന് വണ്ടി കയറണം. ഇപ്പൊ ഇവിടുത്തെ SHO ഞാൻ. ഞങ്ങൾ ഇരട്ടവറ്റാന്ന് തോന്നുന്നു. ഇതിനകത്ത് നമുക്ക് ഈ ട്രെയിലർ കണ്ടപ്പോൾ ഫീൽ ചെയ്തത് ബിജു മേനോൻ അതും ആസിഫ് അലി രണ്ടുപേരുടെയും ഗംഭീര പ്രകടനം ഇതിനകത്ത് കാണാൻ പറ്റും. ഒരു ഫീൽ ഉണ്ട്. ബിജു മേനോൻ ആ ഒരു ഭയങ്കര ഹാർഡായിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടുള്ള ഇല്ലേ നമുക്ക് ഫീൽ ചെയ്ത് ഇതിനകത്ത് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ഈഗോ ക്ലാഷ് പോലൊക്കെ തോന്നുന്നുണ്ട്. പിന്നെ അവസാനം പറയുന്നത് ത്രില്ലറാണ്. ഇതിനകത്ത് ഇറക്കി പറയുന്നുണ്ട് 15 വർഷത്തെ എക്സ്പീരിയൻസ് ബിജു മേനോൻ പറയുന്നുണ്ട്. മറ്റേ 1.5 വർഷം എക്സ്പീരിയൻസ് ആസിഫ് അലിക്ക് പറയുന്നത്. അപ്പം പിന്നെ ഒരു ഡയലോഗ് പറയുന്നത്, ഞാൻ എന്റെ 15 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ അന്വേഷിക്കാം, നീ നിന്റെ രീതി അന്വേഷിക്കുന്നു പറയുന്നത്. അപ്പൊ എനിക്കൊന്ന് മറ്റേ ഒരു ചെറിയൊരു 4th സിനിമയ്ക്ക് എത്രയോ ഒരു സീനിയറും ജൂനിയറും നമ്മൾ രണ്ട് രീതിയിൽ ഒരു കേസ് അന്വേഷിക്കുന്നു. അപ്പൊ എനിക്കൊന്ന് ഇതൊരു എന്തോ ഒരു ക്രൈമാണ്. ആ ഒരു ക്രൈം രണ്ടുപേരുടെ രീതിയിൽ അന്വേഷിക്കുന്നു. ചിലപ്പോ അത് അവസാനം ഇത് രണ്ടും ഒരേ രീതിയിൽ തന്നെ ഒന്നിക്കുന്നു. അതിലേക്ക് പിന്നെ അപ്പോഴാണ് പിന്നെ ഞങ്ങൾ ഇരട്ടകളാണ് തോന്നുന്നൊക്കെ പറയുന്ന ഒരു ഡയലോഗ് പറയുന്നുണ്ട്. ഇതൊക്കെ ഞങ്ങളുടെ ഊഹങ്ങളാണ്. നമ്മളത് ഷെയർ ചെയ്തത്. നമുക്ക് അങ്ങനെയാണ് ട്രെയിലറിനകത്ത് ഫീൽ ചെയ്തത്. എന്തുവായാലും ഒരു ക്രൈം ഉണ്ട് അവിടെ. SHO ഇല്ലേ, രണ്ടും SHO പോസ്റ്റ് ഉള്ളവരാണ്. ഒരാൾ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ, ഒരു എക്സ്പീരിയൻസ് കുറഞ്ഞ ഒരാൾ. അപ്പൊ അവര് തമ്മിലുള്ള ഇഷ്യൂവിനകത്ത് തന്നെ ഒരു ക്രൈം നടക്കുന്നു. അതിനകത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോ ക്ലാഷോടുകൂടി അന്വേഷണം നടക്കുന്നു. ചിലപ്പം ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ വെച്ച് രണ്ടുപേർക്കും ഒന്നിക്കേണ്ടി വരുന്നു. അങ്ങനെയൊക്കെ ആയിരിക്കാം. ഇഷ്ടപ്പെടുന്ന എന്ന് വെച്ചാൽ ഇതിനകത്തെ കട്ട്സും ഇതിനകത്തെ സീൻസും ഒക്കെ കണ്ടിട്ട് ഇപ്പം അത്യാവശ്യം ആക്ഷനും ഉണ്ട്. ക്രൈം ഫീൽ നമുക്ക് അപ്പം പിന്നെ എന്തോ ഒരു അന്വേഷണത്തിന്റെ ഫോറൻസിക്കിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം എന്തോ ഒരു ക്രൈമാണോ അതിൽ കൂടുതൽ ക്രൈമാണോ നമുക്ക് അറിയത്തില്ല. പക്ഷെ ഒരു ത്രില്ലർ ഉണ്ട്. അതിനോട് ത്രില്ലറോടൊപ്പം തന്നെ ഇവരുടെ കൂടുതൽ അഭിനയവും എല്ലാം കൂടെ ഉള്ള ഒരു നമുക്ക് കൂടുതൽ അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. ഇത് മൊത്തത്തിൽ നമുക്ക് ഇങ്ങനെയാണ് ഫീൽ ചെയ്തത്. പിന്നെ ഒരുപാട് റിവീലും ചെയ്തിട്ടില്ല. ഒരു ത്രില്ലർ സിനിമയ്ക്ക് എന്താണോ വേണ്ടത് അതിന്റെ ആയിട്ടുള്ള കട്ട്സ് മാത്രമേ തന്നിട്ടുള്ളൂ. കൂടുതൽ റിവീൽ ചെയ്തതിനകത്ത് പറഞ്ഞിട്ടില്ല.
അപ്പം ട്രെയിലർ നമുക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ഡീസന്റ് ടീസർ പോലെ തന്നെ ഒരു ഡീസന്റ് ട്രെയിലർ തന്നെ ആയിരുന്നു ഇത്. എന്തുവായാലും പോസിറ്റീവ് റിവ്യൂ ആണെന്നുണ്ടെങ്കിൽ ഈ ഇല്ലേ അത്യാവശ്യം ത്രില്ലർ പടത്തിന് ഇവിടെ അക്സെപ്റ്റൻസ് ഉള്ളതാണ് നമ്മുടെ ഇവിടുത്തെ കേരള ഓഡിയൻസിന്. നല്ല പടമാണെങ്കിൽ നല്ല രീതിയിൽ വിജയിക്കും എന്ന് പറയുന്നു. പിന്നെ കൂടുതലൊന്നും പറയാനില്ല. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, ബൈ.